പത്തനംതിട്ടയിൽ നടന്ന തദ്ദേശ അദാലത്തിൽ പന്തളം നഗരസഭയിലെ സമാന സ്വഭാവമുള്ള 187 പരാതികളാണ് തീർപ്പാക്കിയത്. ഇതോടെ ഉപജീവന മാർഗം അടയുമെന്ന് വ്യാപാരികൾ ഉൾപ്പെടെയുള്ളവരുടെ ആശങ്കയ്ക്കാണ് പരിഹാരമായത്. BJP ഭരിക്കുന്ന പന്തളം നഗരസഭയിലെ കെട്ടിട നികുതി, കെട്ടിട ലൈസൻസ് ഫീ തുടങ്ങിയവ ഈടാക്കുന്നതിൽ പിശകുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി നിരവധി പരാതികളാണ് അദാലത്തിൽ ലഭിച്ചത്. അതിൽ സമാന സ്വഭാവമുള്ള 187 പരാതികൾ അദാലത്തിൽ തീർപ്പാക്കി. ഒന്നുകൂടി പറയാം, 31/3/2024 വാലിഡിറ്റി ഉള്ള എല്ലാ ലൈസൻസുകളും 31/3/2025 വരെ ഉള്ള കാലയളവിലേക്ക് ക്രമവൽക്കരണ നടപടികൾ ഈ 31/3/2025 സ്വീകരിക്കണമെന്ന നിബന്ധനയോടെ പുതുക്കി നൽകണം. പരാതികൾ തീർപ്പാക്കിയതോടെ വ്യാപാരികൾക്കും കെട്ടിട ഉടമകൾക്കും വലിയ ആശ്വാസമാണ് ലഭിച്ചിരിക്കുന്നത്. 12 ആവശ്യങ്ങളാണ് ഞങ്ങൾ കൊടുത്തിരിക്കുന്നത്. അതിൽ 6 അംഗീകരിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് മന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു നല്ല തീരുമാനമായിട്ടാണ് നമ്മൾ കരുതുന്നത്. പന്തളത്തിലെ പ്രശ്നങ്ങൾ പൊതുവായ പ്രശ്നങ്ങളാണ്, പൊതുവായ ജനങ്ങളുടെ പ്രശ്നങ്ങളാണ്. പലരും ഇതുപോലെ തന്നെ നമ്മുടെ വ്യാപാര വ്യവസായികൾ അവർക്ക് ലൈസൻസ് എടുക്കാൻ പറ്റാതെയും ഒക്കെ ഉള്ള പ്രതിസന്ധികളുണ്ടായിരുന്നു. അതിനെല്ലാം ഒരു പരിഹാരമായി ഈ തീരുമാനം നമ്മൾ കാരണം. പന്തളം നഗരസഭയിലെ പരാതികൾ പരിശോധിച്ച സർക്കാർ തലത്തിൽ നടപടികൾ ആവശ്യമെങ്കിൽ പ്രപ്പോസൽ സമർപ്പിക്കാൻ പ്രിൻസിപ്പൽ ഡയറക്ടറെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് ചുമതലപ്പെടുത്തി. കൈരളി ന്യൂസ്, പത്തനംതിട്ട.